നദികൾ. ഇന്ത്യൻ നദികളെ പ്രധാനമായും ഹിമാലയൻ നദികളെന്നും ഉപനദീയൻ നദികളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഹിമാലയൻ നദികളുടെ പ്രഭവസ്ഥാനം ഉത്തരപർവ്വത മേഖല. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സപ്തസിന്ധു. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന 7 പുണ്യനദികൾ സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ഝലം, ചിനാബ്. 7 പുണ്യനദികൾ അറിയപ്പെടുന്നു സപ്തസിന്ധു. സിന്ധു നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമ ഭാഗത്തെ നദീ സംവിധാനം സിന്ധു നദീ സംവിധാനം. സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസരോവറിനടുത്തുള്ള ബോഹാർചു ഗ്ലേസിയർ. സിന്ധു എന്ന സംസ്കൃത പദത്തിനർത്ഥം സമുദ്രം, നദി. സിന്ധു നദിയുടെ ആകെ നീളം 2850 കിലോമീറ്റർ. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 750 കിലോമീറ്റർ. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. സിന്ധുവിനെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സിംഗി ബംഗഭവൻ. സിന്ധു നദി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചീലാർ വനപ്രദേശത്ത് നിന്ന്. സിന്ധുവിൻ്റെ പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്. സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ലഡാക്ക്. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലവിഭജനം സ്ഥിതി ചെയ്യുന്നത് അംബല. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി സിന്ധു. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധു. പാകിസ്ഥാൻ്റെ ദേശീയ നദി സിന്ധു. പാകിസ്ഥാൻ്റെ ജീവരേഖ സിന്ധു. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒഴുകുന്ന നദി സത്ലജ്. മാനസരോവറിനടുത്തുള്ള രാക്ഷസൽ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദി സത്ലജ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി സത്ലജ്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി, മുഹമ്മദ് അയൂബ് ഖാൻ പാകിസ്ഥാൻ പ്രസിഡന്റ്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക്. സത്ലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഫഗ്ര നംഗൽ. ഫഗ്ര ഹിമാചൽ പ്രദേശ്, നംഗൽ പഞ്ചാബ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഫഗ്ര നംഗൽ. സത്ലജിനെ ജമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതി സത്ലജ് യമുന ലിങ്ക് കനാൽ. സത്ലജിൻ്റെ പതനസ്ഥാനം ചിനാബ് നദി. കാശ്മീർ താഴ്വരയിൽ ഒഴുകുന്ന നദി ഝലം. കാശ്മീരിലെ പൂള തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഝലം. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഝലം. മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരം ഝലം. കിഷാൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഝലം. ഝലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദി കിഷാൻ ഗംഗ. ഝലം നദി ചിനാബുമായി കൂടിച്ചേരുന്ന സ്ഥലം ത്രിമു. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം നിർമ്മാണത്തിലിരിക്കുന്ന നദി ചിനാബ്. ചിനാബ് നദിയുടെ ഉത്ഭവം വാരാലാച്ല ചുരം. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ഡാം ബംഗ്ലിഹാർ ഡാം, ജമ്മു ആൻഡ് കാശ്മീർ. കീരു ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന നദി ചിനാബ്. റാറ്റിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മാണത്തിലിരിക്കുന്ന നദി ചിനാബ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ്. ബിയാസിൻ്റെ ഉത്ഭവസ്ഥാനം റോഹ്താങ് ചുരം. ബിയാസ് സത്ലജ് നദിയുമായി കൂടിച്ചേരുന്നത് ഹരിക്കെ. ജമ്മു പട്ടണത്തെ 2ആയി വിഭജിച്ചുകൊണ്ട് ഒഴുകുന്ന നദി താപി നദി. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി രബി. രബി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിലെ കുളുമല. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെട്ടിരിക്കുന്നത് രബി. നൂർജഹാൻ്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രബി. ഷാംപൂർ കാണ്ടി ഡാംസ് പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി രബി. പത്താൻകോട് പഞ്ചാബ്. പ്രാചീന നാമങ്ങളും ഗ്രീക്ക് നാമങ്ങളും തലം, ബിദാസ്ത, ഹൈഡാസ്പൈസ്, ചിനാബ്, അസ്കിനി, എസൈസൻസ്, രബി, പരുഷ്നി, ഐരാവതി, ഹൈഡ്രോഡ്സിസ്, ബിയാസ്, ബിപാസ, ഹൈഫൈസിസ്, സത്ലജ്, സദസ്രു, ഹെസിഡ്രോസ്. ഗംഗ.
ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാതടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ, 2525 കിലോമീറ്റർ. ഇന്ത്യയിലെ ഗംഗാതടത്തിൻ്റെ വിസ്തീർണം 8.68 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗയിലെ ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപടത്തിലെ പ്രസിദ്ധമായ യാഹ്മു ഗുഹയിൽ നിന്ന് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ യാഹ്മു ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് ഭഗീരഥിയും അളകാനന്ദയും സംഗമിച്ച ശേഷം ഇവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. ദേവപ്രയാഗ്. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഗംഗ. ഗംഗയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലിൽ. ഗംഗാനദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ബംഗ്ലാദേശ്. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന 5 നദികൾ ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളി, ഗംഗ, പീണ്ടർ. ബംഗ്ലാദേശ് ഗംഗ അറിയപ്പെടുന്നത് പത്മ കീർത്തിനാശിനി. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ച്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷകനദികൾ ഉള്ള നദി ഗംഗ. ഗംഗയുടെ പ്രധാന പോഷക നദി യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, ഗാഗ്ര, ഗണ്ഡകി, മഹാനന്ദ. ഗംഗാനദിയിലെ പോഷകനദി അല്ലാത്ത നദി ബിയാസ്. ഗംഗയുടെ വലത്തുകരയിലുള്ള പ്രധാന പോഷകനദികൾ സോൺ, യമുന, ദാമോദർ. ഗംഗയുടെ ഇടത്തുകരയിലുള്ള പോഷകനദികൾ രാംഗംഗ, ഗോമതി, ഗാഗ്ര, ഗണ്ഡകി, കോസി, മഹാനന്ദ. ഗംഗയും പോഷകനദികളും ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമബംഗാൾ. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്, 1550 കിലോമീറ്റർ. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ച്? അലഹബാദിൽ, പ്രയാഗ് രാജ്. ഗംഗാനദിയുടെ ഏറ്റവും നീളം കൂടിയ കൈവഴി ഗൂഗ്ലി നദിയുടെ പ്രധാന പോഷകനദി ദാമോദർ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷകനദി യമുന. യമുനയുടെ ഉത്ഭവസ്ഥാനം ബന്ദേർപഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിൽ നിന്ന് ഉത്തരാഖണ്ഡ്. ഗംഗാ സംഗമം ഭഗീരഥി, അളകനന്ദ, ദേവപ്രയാഗ്. ഗംഗ, യമുന, സരസ്വതി, പ്രയാഗ് ത്രിവേണി സംഗമം. അളകനന്ദ, മന്ദാകിനി, രുദ്രപ്രയാഗ്. അളകനന്ദ, പിണ്ടർ, കർണപ്രയാഗ്. അളകനന്ദ, ധൗളി, ഗംഗ, വിഷ്ണുപ്രയാഗ്. യമുനയുടെ നീളം 1376 കിലോമീറ്റർ. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി യമുന. യമുന നദിയുടെ പോഷക നദികൾ ചമ്പൽ, ബെത്വ, കെൻ, ടോൺസ്. ഉപതീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും യമുനയുടെ വലത്തുകരയിൽ ചേരുന്നതുമായ നദികൾ സിന്ധ്, ബെത്വ, കെൻ, ചമ്പൽ. യമുനയുടെ ഇടത്തുകരയുമായി ചേരുന്ന പോഷക നദികൾ ഹിതൻ, റിൻഡ്, സെൻഹാർ, വരുണ. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. രാമായണത്തിൽ സരയു എന്ന് പരാമർശിക്കുന്ന നദി ഗാഗ്ര നദിയുടെ ഉത്ഭവസ്ഥാനം മാനസ സരോവർ തടാകത്തിലെ മാപ്ചാപ്പു ഗ്ലേസിയറിൽ നിന്ന്. അയോധ്യ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗാഗ്ര. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി കോസി. ഋഗ്വേദത്തിൽ കൗശിക എന്ന് പരാമർശിക്കുന്ന നദി കോസി. കോസിയുടെ ഉത്ഭവം മൗണ്ട് എവറസ്റ്റിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി മഹാകാളി നദി. ജിംകോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാംഗംഗയുടെ ഉത്ഭവം ഗൾവാൾ കുന്നുകളിൽ നിന്ന്. ഗംഗയുമായി ചേരുന്നത് കൗനോച്ചിൽ വെച്ച്. ജിംകോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാംഗംഗ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ദാമോദർ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയുടെ പ്രധാന പോഷക നദി ബാരാകാർ. ദാമോദർ വാലി ദ്വിതദശ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ദാമോദർ. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ടോൺസ്.